കോഴിക്കോട് നാദാപുരം ടൗണിൽ മാതാവിന്റെ കയ്യിലിരുന്ന കുഞ്ഞിന്റെ കഴുത്തിലെ സ്വർണ്ണമാല ഒരു യുവതി കവർന്നു. മോഷണത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. നാദാപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. കോഴിക്കോട് നാദാപുരത്താണ് ഈ സംഭവം നടന്നത്. വിഷനിലേക്ക് നമുക്ക് എത്താം. ഇപ്പോൾ സിനോജ് നമുക്കൊപ്പം ഉണ്ട്. സിനോജ്, എപ്പോഴായിരുന്നു സംഭവം നടന്നത്? നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം അല്പസമയത്തിനുള്ളിൽ. അരുൺകുമാർ, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. നാദാപുരം ടൗണില് ഈ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് മക്കളെയും കൊണ്ട് ഷോപ്പിങ്ങിന് എത്തിയതായിരുന്നു മാതാവ്. ആ സമയത്താണ് ഒരു നീല ചുരിദാറും വെള്ള ഷാളും ധരിച്ചൊരു യുവതി കുറെ സമയമായിട്ട് ഈ അമ്മയുടെയും കുഞ്ഞിന്റെ പുറകില് യുവതി നിൽക്കുന്നത് കാണാം. നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ കൂടി എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് യുവതി ഈ കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് മാല തട്ടിയെടുക്കുന്നത്. പക്ഷേ തലയ്ക്ക് മുകളിലുണ്ടായിരുന്ന CCTVയിൽ ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. വലത് കൈ കൊണ്ട് കുട്ടിയെ മറച്ചു പിടിക്കുന്നു. അങ്ങനെ ഇടത് കൈ കൊണ്ട് ഷാളിൽ പൊതിഞ്ഞാണ് ഈ മാല കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നത്. വീട്ടിൽ ചെന്ന ശേഷമാണ് ഈ മാല നഷ്ടപ്പെട്ട വിവരം വീട്ടുകാർ അറിയുന്നത്. അങ്ങനെ നാദാപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കടയിൽ വെച്ചാണ് യുവതി മാല പൊട്ടിച്ചെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ കാണാം. കൈകൊണ്ട് മറച്ച് മാല പൊട്ടിച്ചെടുക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതുകൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, നാദാപുരം മേഖലയിൽ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ മാലയും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിക്കുന്നത് പതിവാണെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. ഈ യാത്ര ചെയ്യുന്ന സമയത്ത് പുറകിലെത്തുന്ന സ്ത്രീ യാത്രക്കാർ തന്നെ ഈ മാലയൊപ്പം തന്നെ മറ്റ് സ്വർണ്ണാഭരണങ്ങൾ പൊട്ടിച്ചെടുക്കുന്നത് അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ എന്നൊരു സംശയം കൂടിയുണ്ട്. എന്നാലും ഒരു നീല ചുരിദാറും വെള്ള ഷോളും ധരിച്ചൊരു യുവതിയാണ് ഈ ചെറിയ കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചെടുക്കുന്നത്. അമ്മയുടെ തോളത്തിരുന്ന കുഞ്ഞിന്റെ മാലയാണ് അമ്മയുടെയും മറ്റാരുടെയും ശ്രദ്ധയില്ലാത്ത സമയത്ത് കണ്ണ് വെട്ടിച്ച് പൊട്ടിച്ചെടുത്തത്. പക്ഷെ തലയ്ക്ക് മുകളിലുള്ള സാങ്കേതികമായി വിദഗ്ധയാണെന്ന് തോന്നുന്നു ഈ മാല പൊട്ടിക്കലിൽ. അത് നോക്കൂ, അവരെ ചെയ്തിരുന്നത് കുഞ്ഞിന്റെ മുഖത്തേക്ക് വലത്തെ കൈമുട്ടുകൊണ്ടൊന്ന് ഇടിച്ചതിന് ശേഷം ഇടത്തെ കൈകൊണ്ട് മാല പൊട്ടിച്ച് ആ ഷാളിനുള്ളിലൂടെ ബാഗിലേക്ക് തിരികെ വെക്കുകയായിരുന്നു. എന്നിട്ട് കുറേ നേരം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്നതിന് ശേഷമാണ് പുറത്തേക്ക് പോകുന്നത്. ചുറ്റുപാടൊക്കെ നോക്കുന്നുണ്ട്, ആരും കാണുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാം മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ആ ഭാഗം ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ കുട്ടിയുടെ ദേഹത്തൊന്ന് ഇടിച്ചതിന് ശേഷമാണ് ഇടത്തെ കൈകൊണ്ട് മാല പൊട്ടിച്ച് കൊണ്ടുപോകുന്നത്. ഇതാണ് ആ കുഞ്ഞിൻ്റെ ഉമ്മയും കടയിൽ നിൽക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. ആ കുഞ്ഞിൻ്റെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന കുഞ്ഞിൻ്റെ മാലയാണ് വലത്തെ കൈമുട്ട് കൊണ്ട് ഇടിച്ച് ഇടത്തെ കൈകൊണ്ട് മോഷ്ടിച്ചത്. ആ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് ഉമ്മയുടെ കയ്യിൽ കുഞ്ഞിരിപ്പുണ്ട്. കുഞ്ഞ് ഇങ്ങനെ പിന്നാലെ നിൽക്കുന്ന ആ നീല ചുരിദാറിട്ടയാളെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് പിന്നിൽ തന്നെ നിലയുറപ്പിക്കുകയാണ്. കടയിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഉമ്മ സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ്. ഇതാണ് ആ നീല ചുരിദാറും വെള്ള ഷോളും ഇട്ട മാല മോഷ്ടിച്ച യുവതി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്നു. എന്നിട്ട് വലത്തെ കൈമുട്ട് കൊണ്ട് ഇപ്പോൾ കുഞ്ഞിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് മറയ്ക്കും. ഇതാ കണ്ടോ, ഇതേപോലെ ഒന്ന് മറച്ച് കൈ കൊണ്ടൊന്ന് തട്ടി മാല പൊട്ടിച്ച് ഭദ്രമായി കൈക്കിലാക്കിയിരിക്കുന്നു. നന്നായി വേഷമൊക്കെ ധരിച്ച് ഇറങ്ങിയതാണ്. കണ്ടാൽ മാല മോഷ്ടിക്കാൻ നടക്കുന്നയാളാണ്. അല്ലെങ്കിൽ തന്നെ കണ്ടാൽ എങ്ങനെയാണ് പറയാൻ പറ്റുക, അല്ലേ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യവും കൂടിയാണ്. സാധാരണ ഈ മാല മോഷ്ടിച്ച് വിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മറ്റു ഭാഷ അല്ലെങ്കിൽ മറ്റു ഇടങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഉൾപ്പെടാറുണ്ട്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ ഇവരൊക്കെ ഒരു വലിയ റാക്കറ്റിൻ്റെ ഭാഗമാണോ എന്നത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാന്യമായി വേഷം ധരിച്ച് സ്വർണം മോഷ്ടിക്കാൻ ഇറങ്ങിയതാണ്. സ്വർണ്ണമോഷണം നടത്തിയിരിക്കുന്നു. അതിനുശേഷം വിദഗ്ധയായിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ CCTV ദൃശ്യങ്ങൾ പുറത്തായി. ഇതുവരെയും പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. മറ്റു ബസ്സുകളിലും നിരന്തരമായിട്ട് മോഷണം നടത്തുന്ന സംഘത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. നാദാപുരം പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ചില കാര്യങ്ങളിൽ, അല്ലേ? അടുത്തിരിക്കുന്ന ആളുകളെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. തിരക്കുള്ള കടയിൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലയാണ് ഈ യുവതി മോഷ്ടിച്ചു കൊണ്ടുപോയത്.